ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് കിം കിം എന്ന് പറഞ്ഞ പാട്ടാണ്. പുതിയൊരു സോങ്ങാണ്. അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ ബി സ്ട്രിങ്ങിൽ തേർഡ് ഫ്രെറ്റ് ആണ്. തേർഡ് ഫ്രെറ്റിൽ നിന്ന് സെവൻത്തിലോട്ട് മൂവ് ചെയ്യും. വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ബി സ്ട്രിങ്ങിൽ തന്നെയാണ് കൂടുതലും നോട്ട്സ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഈലോട്ട് വായിക്കാം. അത് കുറച്ചും കൂടി വായിക്കാൻ എളുപ്പം കുറച്ചും കൂടി ബി സ്ട്രിങ്ങിലായിരിക്കും. അത് പറഞ്ഞുതരാം നോട്ട് ഏതൊക്കെയാണ്. ബി സ്ട്രിങ്ങിൽ തേർഡ് ഫ്രെറ്റ് ആണ്. തേർഡ് ഫ്രെറ്റിൽ നിന്ന് മൂവ് ചെയ്ത് സെവൻത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ തേർഡ് ഫ്രെറ്റിൽ ഇവിടെ വായിച്ചു തരാം. തേർഡ് ഫ്രെറ്റിൽ 1 സ്ട്രൈക്ക് പ്രസ് ചെയ്ത് തന്നെ പിടിച്ചിട്ട് നേരെ സെവൻത്തിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ 3 7 7 7 7. അപ്പൊ 4 ടൈംസ് 7 വായിക്കുക. അപ്പൊ 1 വായിക്കേണ്ടത് 3 ആണെങ്കിൽ 4 ടൈംസ് 7 ഫ്രെറ്റിൽ സ്ട്രൈക്ക് ചെയ്യുക. അപ്പൊ പിന്നെ ഒരു 7 വരുന്നത് വായിക്കേണ്ടത് നേരെ 7ൽ നിന്ന് നേരെ 5ലോട്ടാണ് മൂവ് ചെയ്യുന്നത്. 7ൽ നിന്ന് 5ലോട്ട്. അപ്പൊ ഒന്നുകൂടി വായിക്കാം. പിന്നെ വരുന്നത് 7 8 ആണ്. ഫസ്റ്റ് ലൈൻ ഇൻട്രോ ആണ് പറയുന്നത്. അപ്പോ ഓക്കെ. അടുത്ത് വരുന്നത് നേരെ സെയിം നോട്ട് തന്നെ ബാക്കിലോട്ടാണ് പോകുന്നത്. അതായത് 7 5 3 2 വരും. 7 5 3 2 എന്ന് പറഞ്ഞു വരും. അപ്പൊ ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് കൂടി വായിക്കുമ്പോ ഒറ്റ സ്ട്രൈക്കിംഗ് ആണ്. കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വായിക്കാൻ കുറച്ചും കൂടി എളുപ്പം. നമ്മൾ ഫിംഗറിങ് എപ്പോഴും നോക്കണം. കണ്ടോ, ഇവിടെ ഒരു സ്ട്രൈക്കിംഗ് ഉള്ളത് 7ൽ നിന്ന് 5ലോട്ട്. 7 5 ഒരു സ്ട്രൈക്കിങ്ങില് ഇപ്പൊ നമുക്ക് സോങ് പോലെ തന്നെ ഫീൽ ചെയ്യും. കണ്ടോ, ഒറ്റ സ്ട്രൈക്ക് മതി. റൈറ്റ് ഹാൻഡിൽ ഒറ്റ സ്ട്രൈക്കിങ്ങും ഇവിടെയാണ് മൂവ് ചെയ്യുന്നത് കൂടുതൽ. അപ്പൊ കണ്ടോ, പ്രസ് ചെയ്ത് തന്നെ പിടിച്ചാൽ മതി. കുറച്ചുകൂടി സിമ്പിൾ ആണ് നോട്ട്. ഫിംഗർ ഫസ്റ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫിംഗർ എക്സസൈസുകൾ ഉണ്ട്. അപ്പൊ അത് ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 7 5 3 2 എന്നുള്ള സ്ട്രൈക്ക് ചെയ്യുന്നതിന് പകരം പാട്ട് പോലെ ഫീൽ ചെയ്യാനായിട്ട് കണ്ടോ അങ്ങനെ വായിച്ചു. അപ്പൊ ഫസ്റ്റ് കൂടി വായിക്കുമ്പോ കണ്ടോ, പിന്നെ സെയിം തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. അത്രേ ഉള്ളു. പിന്നെ നേരെ സോങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പൊ സോങ്ങിൽ വായിക്കേണ്ടത് ാണ് ലൈൻ വരുന്നത്. ഫസ്റ്റ് ഇപ്പൊ പറഞ്ഞുതരാം നോട്ട് ഏതൊക്കെയാണ്. 2 2 വരും. ഫസ്റ്റ് ഈ സ്ട്രിങ്ങില് സെക്കൻഡ് ഫ്രെറ്റ് ആണ് വരുന്നത്. ആണോ, അപ്പൊ നോട്ടുകൾ വരുന്നത് 2 2. അതായത് സെക്കൻഡ് ഫ്രെറ്റില് 2 2 5ലോട്ട് പോയിട്ട് 3 2 വരും. അതായത് ഈല് 2 2 സെക്കൻഡ് ഫ്രെറ്റ് 2 പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്തിട്ട് 5th ഫ്രെറ്റില് നമ്മുടെ ലിറ്റിൽ ഫിംഗർ വെക്കുക. ദെൻ തേർഡ് ഫ്രെറ്റ്, പിന്നെ 3 2. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. വായിക്കുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കും. ആണോ, ഒറ്റ സ്ട്രൈക്കിംഗ് ഉള്ളൂ ഇവിടെ. പിന്നെ അടുത്തത് വരുന്നത് ഓപ്പൺ ആണ്. 2 ഓപ്പൺ വരും. 2 ഇ വരും. അപ്പൊ ഓപ്പൺ ഓപ്പൺ പിന്നെ സെക്കൻഡ് ഫ്രെറ്റ് ആൻഡ് ഓപ്പൺ. ഇ എന്ന് പറഞ്ഞ സ്ട്രിങ് ഓപ്പൺ ആണ്. അപ്പൊ എല്ലാം ഇപ്പൊ വായിച്ച നോട്ട് എല്ലാം ഈ സ്ട്രിങ്ങിലാണ്. അപ്പൊ വായിക്കുമ്പോ പിന്നെ വായിക്കേണ്ടത് സെക്കൻഡ് ഓപ്പൺ ആണ്. പിന്നെ ബി സ്ട്രിങ്ങിൽ തേർഡ് നോട്ട് മാത്രം വരുള്ളൂ. അപ്പൊ ഒന്നുകൂടി വായിക്കാൻ തൊട്ട്. സോങ് ഫസ്റ്റ് ആണിത്. പിന്നെ അടുത്ത് വരുന്നത് അപ്പൊ 3 3 7ലോട്ടാ പോകുന്നത് അടുത്തത്. അപ്പൊ വായിക്കുമ്പോ ഇങ്ങനെ വരും. എന്നാണ് നോട്ട്. അപ്പൊ 3 3 7 5 അങ്ങനെ വരും.
3 3 3 7 5 പിന്നെ 3 2 3 3 2 3 ബി തന്നെയാണ് എല്ലാം വായിക്കുന്നത് എന്ന് പറഞ്ഞു വരും. അപ്പൊ വായിക്കുമ്പോ എന്ന് പറഞ്ഞു വരും. ഫസ്റ്റ് ലൈൻ അതാണ്. അപ്പൊ ഇൻട്രോയും ഫസ്റ്റ് ലൈനും ആണത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കാം.